ഡ്രഗ്സിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഒരു യൂത്തിനെ നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് കുടുംബത്തിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ സിനിമ പറയുന്നുണ്ട്. അത് ഇതുപോലുള്ള കണ്ടന്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതെ, ഓക്കെ. ഇപ്പോൾ ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു റോളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ വന്ന അപ്രോച്ച്, ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു തയ്യാറെടുപ്പുകളായിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യുന്നതിന് മുമ്പ്? അങ്ങനെ തയ്യാറെടുപ്പായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ നെഗറ്റീവ് ചെയ്തിട്ടില്ല. അപ്പം ഈ നെഗറ്റീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അത് മാത്രമല്ല, ഈ സിനിമയിലുള്ള ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ള ഒരാളാണ്. അപ്പം അങ്ങേര് നാട്ടിൽ ഒരു കുഞ്ഞു പടമാണ്, പക്ഷെ എങ്കിലും അങ്ങേര് കേരളത്തിൽ തീരെ ജീവിക്കാത്ത ആളാണ്. അപ്പം പുള്ളി ഇവിടെ വന്നിട്ട് ആളുകൾ ഇനിയിപ്പോൾ ഒരു 10 പേരിൽ ഒരാളെങ്കിലും നന്നാവട്ടെ എന്നുള്ള, ഒരാളെങ്കിലും ഇത് കണ്ട് നന്നാവട്ടെ എന്നുള്ള ഇത് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രഗിനെതിരായിട്ടുള്ള ഭയങ്കര കാര്യമല്ല. അദ്ദേഹം ഭയങ്കര ഫാമിലി മാനാണ്. അദ്ദേഹം നല്ലൊരു ബിസിനസ്, വളരെ എന്താ പറയുക, അത്രയും വർഷമായിട്ട് ബോംബെ ജീവിതമാണ്. ബോംബെയിലെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഡോൺ, അവരുടെ അടക്കം അറിയാം. ഒരു കാലത്ത് ഒരുപക്ഷെ നമ്മുടെ ഈ ഡ്രഗ്സിന്റെ ഒക്കെ അതിപ്രസരം ഉണ്ടായത് ബോംബെയിലൊക്കെയാണ്.